അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 164. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലസ് സമാഇ കൈഫ റുഫിഅത് وإلى الجبال كيف نصبت وإلى الأرض كيف سطحت صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ ഖുദ്റത്ത് മനസ്സിലാക്കാൻ സംഭവ ബഹുലമായ 4 വസ്തുക്കളിലേക്ക് നോക്കാനും ചിന്തിക്കാനും ബദുക്കളായ അറബികൾക്ക് പോലും സാധിക്കുന്ന വിധത്തിലുള്ള നിർദ്ദേശമാണ് അള്ളാഹു നൽകുന്നത്. സദാ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അവരോട് ആ ഒട്ടകത്തിൻ്റെ മുതുകിലിരുന്നു കൊണ്ട് ഒട്ടകത്തെ നോക്കാനും തുടർന്ന് ഒന്ന് മേലോട്ട് തല ഉയർത്തിയാൽ വാനലോകം കാണാം, ആ വാനലോകം നിരീക്ഷിക്കാനും ചുറ്റുപാടിലേക്കൊന്ന് തല തിരിച്ചു നോക്കിയാൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, അമ്പരച്ചുംബികളായ പർവ്വതങ്ങൾ കാണാം, ആ പർവ്വതങ്ങളെക്കുറിച്ച് ആലോചിക്കാനും എന്നിട്ട് ഒന്ന് താഴോട്ട് നോക്കിയാൽ പരന്നു കിടക്കുന്ന ഭൂമിയും കാണാം, അതെല്ലാം മനസ്സിലാക്കാനും കേൾക്കാനുമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അത് നിങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നാണ് ഈ ആയത്തുകളിലൂടെ നിർദ്ദേശിക്കുന്നത്. അതിൽ ഒട്ടകത്തെക്കുറിച്ചുള്ള ആലോചന എത്ര പ്രസക്തമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓർമ്മപ്പെടുത്തി. ഇനി സമയം നീണ്ടുപോകും, ക്ലാസ്സിൻ്റെ എപ്പിസോഡുകൾ നീണ്ടുപോകും എന്ന ഭയം കൊണ്ട് ഒരു കാര്യം ചെയ്യാം, 3 കൂടെ ഒരുമിച്ച് പറയാം. വ ഇലസ് സമാഇ കൈഫ റുഫിഅത്, മുകളിൽ വിരിഞ്ഞു കിടക്കുന്ന വിശാലമായ വാനലോകം, ആ വാനലോകം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് എന്ന് ഇവർ കാണുന്നില്ലേ? രാവും പകലുമൊക്കെ ഇവരുടെ യാത്രയിൽ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്ന വാനലോകം. ഒരു ചെറിയ കുടയെങ്കിലും അന്തരീക്ഷത്തിൽ ഉയർത്തി വെക്കണമെങ്കിൽ ഒരു കാലെങ്കിലും വേണം. എന്നാൽ ഒരിക്കലും മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ഒരു തൂണുകളുമില്ലാതെ വാനലോകം ഉയർന്നു കിടക്കുകയാണ്. അള്ളാഹു സൂറത്തുർ റഅദിൽ പറഞ്ഞു, അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾ കാണുന്ന തൂണുകളില്ലാതെ വാനലോകത്തെ ഉയർത്തിയ അള്ളാഹു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. തൂണുകളില്ല, നിങ്ങൾ കാണുന്ന തരത്തിലുള്ള തൂണുകൾ വാനലോകത്തിനില്ല. ചിലർ പറഞ്ഞു തൂണുകളില്ലെങ്കിലും ആകർഷണ വികർഷണ ഫലത്തിലാണ് ആകാശം താഴോട്ടും ഭൂമി മേലോട്ടും പോകാതെ നിലനിൽക്കുന്നതിൻ്റെ രഹസ്യം. ഉദാഹരണത്തിനൊരു കാന്തവും ഇരുമ്പും അത് ഒരു കൃത്യമായ അകലത്തിൽ ഇങ്ങനെ വെച്ചാൽ രണ്ടും ഒരുപോലെ ഇങ്ങനെ നിൽക്കും, മേലോട്ട് തുള്ളാതെ താഴോട്ട് വീഴാതെ. അതേസമയം ഒരു അല്പം താഴോട്ടടുത്ത് കഴിഞ്ഞാൽ താഴെയുള്ള സാധനം മുകളിലുള്ളതിനോട് ചാടിപ്പിടിക്കും, മുകളിലുള്ളതിലേക്ക് ചാടിപ്പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഈ കൃത്യമായ അകലം പാലിച്ചു നിർത്തിയത് കൊണ്ടാണ്, ആ ആകർഷണ വികർഷണത്തിൻ്റെ ഫലത്തിലാണ് സത്യത്തിൽ ആകാശവും ഭൂമിയും നിലനിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റുന്ന തൂണില്ലെങ്കിലും അങ്ങനെ ഒരു തൂണ് ആകാശങ്ങൾക്കുണ്ട് എന്ന് ശാസ്ത്രം പറയുമ്പോൾ അവിടെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന, വിശുദ്ധ ഖുർആനിൻ്റെ വാക്ക് നാം പരിശോധിക്കേണ്ടത്. അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ, തൂണുകളില്ലാതെ ആകാശലോകത്തെ സൃഷ്ടിച്ച റബ്ബ്, ഉയർത്തിയ റബ്ബ് എന്നല്ല പറഞ്ഞത്. ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തൂണുകളില്ല, ഇതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാം. അബു സഊദ് തങ്ങളെപ്പോലെയുള്ളവർ വിശദീകരിച്ചത് കാണാം. ഏതായാലും വാനലോകം ഒരു വലിയ അത്ഭുതമാണ്. വാനലോകത്തേക്ക് നോക്കിയിട്ട് ഇതുകൊണ്ടാണ് നാലപ്പാട് പാടിയിരുന്നതെന്ന് വാനലോകത്തിൻ്റെ അത്ഭുതം കണ്ടുകൊണ്ട്
അനന്തമജ്ഞാതമവർണ്ണനീയം, ഈ ഗോളലോകം തിരിയുന്ന മാർഗം, അതിങ്ങലെങ്ങാണ്ടൊരിടത്തിരുന്ന് തിരിയുന്ന മനുജൻ കഥയെന്ത് കണ്ടു? ആകാശത്തെയും ഭൂമിയെയും എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രപഞ്ചാത്ഭുതത്തെ പ്രപഞ്ചാത്ഭുതത്തെ വളരെ സംഭവബഹുലമായി അവതരിപ്പിച്ചുകൊണ്ട് നാലപ്പാട് പാടിയ കവിതയാണ്. ഇതുതന്നെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രപഞ്ചത്തിൻ്റെ മൊത്തം ചിത്രങ്ങളൊന്നങ്ങ് കണ്ടപ്പോൾ വജ്ജഹ്തു പാരായണം ചെയ്തതും. കാരണം ആകാശഭൂമികൾ സൃഷ്ടിച്ചു സംവിധാനിച്ച റബ്ബിന് ഞാൻ എൻ്റെ ശരീരം ഇതാ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ഒരു പൂർണ്ണ സമർപ്പണമായിരുന്നു. കഴിഞ്ഞില്ല. വഇലൽ ജിബാലി കൈഫ നുസിബത്, പർവ്വതങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എങ്ങനെയാണ് ആ പർവ്വതങ്ങളെ നാട്ടിവെച്ചതെന്ന്? ഭൂമി ജോയിൻറ്റുകളില്ലാത്ത വിധം ഒരു ഉരുണ്ട പന്ത് അങ്ങനെയല്ല, മറിച്ച് പല പാളികളാണ്. ആ പാളികൾ ഒന്നൊന്നിനോട് ജോയിൻ ചെയ്തത്, യോജിപ്പിച്ചത്, ഘടിപ്പിച്ചത് വലിയ പർവ്വതങ്ങളാകുന്ന ആപ്പുകൾ മുഖേനയാണ്. ആ വലിയ ആപ്പുകൾ ഇട്ടുകൊണ്ടാണ് അത് ഉറപ്പിച്ചത്. പർവ്വതങ്ങൾ അതിൻ്റെ ആണികളാണ്. വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും, ഭൂമി നിങ്ങളെ കൊണ്ടാടുന്നതിനാണ്. ഭൂമി നിങ്ങളെ കൊണ്ടാടുമോ എന്ന് കരുതിയിട്ടാണ് ഭൂമിയിൽ ഉറച്ച പർവ്വതങ്ങൾ സ്ഥാപിച്ചത് എന്ന് സൂറത്തുൽ ലുഖ്മാനിൻ്റെ 10-ാം വചനത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു. ഇനി അതുപോലെ തന്നെ വഇലൽ അർളി കൈഫ സുതിഹത്, വഇലൽ അർളി കൈഫ സുതിഹത്, അടുത്തത് പറയുന്നത് ഭൂമിയിലേക്ക് അവർ ശ്രദ്ധിക്കുന്നില്ലേ? ആ ഭൂമിയെ എങ്ങനെയാണ് പരത്തപ്പെട്ടത് എന്നവർ ആലോചിക്കുന്നില്ലേ? മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാവുന്ന വിധം, വീട് വെക്കാൻ, ഓടാൻ, ചാടാൻ, കൃഷിയിറക്കാൻ, കച്ചവടം നടത്താൻ, സമ്മേളനങ്ങൾ നടത്താൻ എല്ലാറ്റിനും പറ്റിയ വിധത്തിലാണ്. അതും തന്നെ മുമ്പ് നാം പരാമർശിച്ചതാണ്. അതിശക്തമായ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ ഇതിനെല്ലാം സൗകര്യമുണ്ടെന്ന് പറയുന്നത് വല്ലാത്ത അത്ഭുതമാണ്. എന്നാലോ ഗോളാകൃതിയിലുള്ള വലിയ ലോകമാണ് ഭൂമി എന്നതുകൊണ്ട് തന്നെ ആ ഭൂമിയെ നാം കാണുമ്പോൾ പരന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതാണ് വഇലൽ അർളി കൈഫ സുതിഹത്, ഉരുണ്ട ഗോളാകൃതിയിലുള്ള ഭൂമിയെ, ഈ ഭൂഗോളത്തെ എങ്ങനെയാണ് പരത്തപ്പെട്ടത്? അതിലാണല്ലോ അത്ഭുതം. ഉരുണ്ട സാധനം പരന്നു തോന്നുന്നത്. അതെ, വലിയ ഒരു പന്ത്, ആ പന്തിൻ്റെ മുകളിൽ ഒരു ഉറുമ്പിനെ കയറ്റി ആ ഉറുമ്പ് ആ പന്തിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ കണ്ണെത്താ ദൂരത്തേക്കൊക്കെ പന്തിൻ്റെ പ്രതലങ്ങൾ പരന്നു കിടക്കുകയാണ്. ആ പന്ത് മൊത്തം കാണുന്ന നമുക്ക് പന്ത് ഉരുണ്ടിട്ടാണെങ്കിലും ആ പന്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ആ പന്ത് അറ്റമില്ലാത്ത, അവസാനിക്കാത്ത, പരന്നു കിടക്കുന്ന ഭൂമി പോലെയാണ് അതിന് തോന്നുക. അതേസമയം പന്ത് മൊത്തം കാണുന്ന നമുക്ക് പന്ത് ഉരുണ്ടിട്ടാണെന്ന് തിരിയും. അതാണ് കൈഫ സുതിഹത്, എങ്ങനെയാണിത് പരത്തപ്പെട്ടതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചത്. ചില ആളുകൾ വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാൻ വളരെ വൈകിപ്പോയി. വിശുദ്ധ ഖുർആനിൻ്റെ ഈ വാക്കുകൾ എടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഭൂമി പരന്നിട്ടാണെന്ന് പറഞ്ഞ് ഖുർആനിനെ വിമർശിക്കാൻ തുനിഞ്ഞിട്ടുണ്ട്. മണ്ടന്മാരെന്ന് മാത്രമേ അവരെക്കുറിച്ച് പറയാൻ കഴിയൂ. ഏതാവട്ടെ, ഇങ്ങനെ അല്ലാഹു തആല ഈ സംഭവ ബഹുലമായ 4 കാര്യങ്ങളെക്കുറിച്ചും നമ്മളോട് പരിചയപ്പെടുത്തി അല്ലാഹു അതേക്കുറിച്ച് ആലോചിക്കാൻ പറയുന്നു. അല്ലാഹു അവൻ്റെ ഖുദ്റത്തിൽ ആലോചിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.